ഹലോ ഗായ്സ്, അങ്ങനെ ഡൽഹിയിൽ എത്തിയിട്ടുള്ള രണ്ടാമത്തെ ദിവസത്തെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോണത്. രാവിലെ ഏകദേശം ഒരു 8:30 മണിക്കാണ് പുറത്തിറങ്ങുന്നത്. ചാന്ദൻ ഹോളയിലാണ് താമസം. അവിടെ നിന്നൊരു 4-5 കിലോമീറ്റർ പോയാലാണ് കുത്തുബ് മിനാർ എത്താൻ പറ്റുക. വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സി പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് ഉപയോഗിക്കുന്നത്. കാരണം പൊല്യൂഷനുള്ള നാടായം കൊണ്ട് സ്വന്തം വണ്ടിയിലൊന്നും പോകണ്ടല്ലോ വെച്ചിട്ട് നമ്മൾ സാധാരണക്കാരനായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് യൂസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ഏകദേശം 20 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് റെഡ് ടാക്സി കിട്ടും. ഇതുപോലത്തെ ഇങ്ങനെ കുറേ ഓട്ടോറിക്ഷകളുണ്ടാവും, അതിൽ കുറേ ആൾക്കാരുണ്ടാവും. അപ്പം ചിലപ്പോൾ മടിയിലൊക്കെ ഇരിക്കേണ്ടി വരും. അങ്ങനെയാണ് പോകുന്നത്. 20 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 4-5 കിലോമീറ്റർ ഉണ്ട്, അവിടെ എത്തും. അവിടുന്ന് കുത്തുബ് മിനാർ ഇങ്ങനെ നമുക്ക് കാണാനൊക്കെ പറ്റും. ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ മേപ്പിട്ട് നോക്കി കഴിഞ്ഞാൽ കുത്തുബ് മിനാർ കാണാൻ പറ്റും. പക്ഷേ അവിടേക്ക് കയറാനുള്ള വഴി ഇങ്ങനെ കുറേ തരണം. ഏകദേശം ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ കറങ്ങിക്കണം നമ്മളവിടെ. അങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ കറങ്ങിൻ്റെ ഇടയിൽ ഒരു ഗേറ്റ് ഉണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഗേറ്റ് ഉണ്ട്. ഗേറ്റ് കണ്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നോക്കുമ്പോൾ ആൾക്കാരൊക്കെ പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്താ അടക്കമാണോ സമയം വെച്ചിട്ട് ഞാനതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിപ്പോയി. അതിൽ ഒരു സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് നമ്മളെ പിടിച്ച് എന്നെ പറഞ്ഞു, എന്താ എങ്ങോട്ടേക്ക് കയറുന്നത്, ഹിന്ദിയിലാട്ടോ, എങ്ങോട്ടേക്ക് കയറണമെന്നൊക്കെ ചോദിച്ചിട്ട് 2 വർത്താനം. അപ്പോൾ ഞാൻ പറഞ്ഞു കാണാൻ കയറുകയാണ്, സമയം കഴിഞ്ഞ് വെച്ചു. എല്ലാം അപ്പുറത്താണ് വയ്യ പറഞ്ഞു. അത് എക്സിറ്റ് ഗേറ്റ് ആയിരുന്നു. ഞാൻ എക്സിറ്റ് ഗേറ്റ് കൂടെ കയറാൻ നീന്ന്. അങ്ങനെ അവിടുന്ന് പിന്നെയും കുറച്ചും കൂടി നടന്നിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്നുകൂടി കറങ്ങിയപ്പോൾ മെയിൻ എൻട്രൻസ് കയറി. അവിടുന്ന് ഒരു 50 റുപ്യ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് നേരെ കയറി. ഈ കുത്തുബ് മിനാർ ഉണ്ടാക്കിയത് കുത്തുബുദ്ദീൻ ഐബക്കാണ്. 1118 കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. പിന്നീട് അത് പൂർത്തീകരിച്ചത് ഇൽത്തുമിഷ് എന്ന് പറയും. 1129 ഉള്ള ഒരു രാജാവാണ് അത് പൂർത്തീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ എങ്ങനെ എടുക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു ഹരിയാനക്കാരന് കിട്ടിയത്. മൂപ്പർക്കൊരു ഫോട്ടോ എടുക്കാൻ ആളില്ലാതൊക്കെയാണ്. പിന്നെ മൂപ്പരിൻ്റെ ക്യാമറക്കാരനായി ഞാനിങ്ങനെ വിലസാൻ തുടങ്ങി. അങ്ങനെ നടക്കും. പിന്നെ എനിക്കുള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ രാഷ്ട്രപതി ഭവൻ കാണണം. രാഷ്ട്രപതി ഭവൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടുന്ന് ഒരു 40 മിനിറ്റോളം യാത്ര കാണിക്കുന്നത്. ഏകദേശം 12 കിലോമീറ്ററാണ്. ഡൽഹിയിലെ സംബന്ധിച്ച് അവിടുത്തെ ട്രാഫിക്കും നല്ല ട്രാഫിക്കാണ്. അതിൻ്റെ ഇടയിലാണ് 2 മലയാളികളെ കണ്ടത്. ഞാൻ മൂപ്പരോട് ചോദിച്ചു, ഇവിടുന്ന് ഇപ്പോൾ രാഷ്ട്രപതി ഭവൻക്ക് എത്ര ഉണ്ട്, എനിക്ക് 11:30 അവിടെ എനിക്കുള്ള സമയം അനുവദിച്ചിട്ടുള്ളത് കയറാനുള്ളത് എന്ന് പറഞ്ഞപ്പോൾ മൂപ്പർ അതിന് വലിയ എന്നെ ആകെ ടെൻഷനാക്കി. മൂപ്പരാണ് വേഗം വിട്ടോ, ഇപ്പോൾ പോയാൽ തന്നെ ചിലപ്പോഴും കിട്ടുക, ഇവിടുന്ന് ഏകദേശം 1.5 മണിക്കൂറൊക്കെ ഉണ്ട്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനാകെ ടെൻഷനായി. അങ്ങനെ വേഗം ഞാൻ അവിടെ ഏതായാലും കയറിയില്ലേ, അതുകൊണ്ട് വേഗം ചുറ്റാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടു. അതിൻ്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ കുറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 3-4 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തു കൂടെയൊക്കെ സഞ്ചരിച്ച് കാണാൻ മാത്രമുണ്ട്. പിന്നെ വിചാരിച്ചു ഏതായാലും ഇനിയിപ്പോൾ ഇവിടെ അടുത്ത് തന്നെയല്ലേ നമ്മളെ റൂം, പിന്നെ ഒരു ദിവസം കൂടി വരാം. രാത്രി ഇതിൻ്റെ കാഴ്ച കാണാൻ ഒന്നുകൂടി ഭംഗിയുണ്ട്. രാത്രി എന്ന് പറഞ്ഞാൽ ഇതിൽ മറ്റേ നമ്മളെ ബുർജ് ഖലീഫയിലൊക്കെ ഇടുന്നമാതിരി ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കിയിട്ട് ലൈറ്റ് ഷോ ഒക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇനി ഒരിക്കൽ ലൈറ്റും കൂടി വരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടുത്തെ കുറച്ചൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഇറങ്ങി. ആദ്യം വിചാരിച്ചു ബസ് കിട്ടുമോ നോക്കാം. ബസ് അവിടെ ചെന്ന് ബസ് സ്റ്റേഷൻ അടുത്തുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ബസ് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് പോയി നോക്കുമ്പോൾ ബസ് 5-10 മിനിറ്റ് കൊണ്ട് കിട്ടണില്ല. അപ്പോൾ നേരെ റാപ്പിഡോ ആപ്പ് ഡൗൺലോഡ് ആക്കിയിരുന്നു. അതിൽ നേരെ നോക്കിയിട്ട് ഒരു ബൈക്ക് ബുക്ക് ചെയ്തു. ഇവിടുത്തെ പ്രത്യേകത ഒറ്റയ്ക്ക് പോകുന്നവർക്കൊക്കെ സുഖം ഏറ്റവും നല്ലത് റാപ്പിഡോയിൽ ബുക്ക് ചെയ്യുന്നതാണ്. റാപ്പിഡോയിൽ നമുക്ക് ഇപ്പോൾ എനിക്ക് ആകെ 12 കിലോമീറ്ററിന് ചാർജ് ആയത് ഒരു 90-95 റുപ്യാണ്. 95 റുപ്യക്ക് എനിക്ക് മറ്റേ നമ്മളെ ഗേറ്റുമ്മക്ക് ഒരു എത്തിച്ചു തന്നു. ഇപ്പോൾ നമ്മൾ ബസ്സിനാണെങ്കിലും നമുക്ക് പിന്നെയും വേണമെങ്കിൽ കുറച്ചൊക്കെ നടക്കാനുണ്ടാവും. ഇതിപ്പോൾ കറക്റ്റ്, അതായത് ഒരു ഓട്ടോറിക്ഷ പോണതിന് പകരം ഒറ്റക്കല്ലേ, നമ്മൾ ഒറ്റക്ക് ഓട്ടോറിക്ഷ എടുത്ത് പോകേണ്ട കാര്യമില്ല. റാപ്പിഡോയിൽ ബൈക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് പോലെ എത്തിച്ചു തരും. ഓലൊരു ബാക്കിലൊരു ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടാണ് വരിക. ഒരു ബാഗൊക്കെ ഇട്ടിട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് വേറെ ആരെങ്കിലുമാണ്, എന്താ ഡെലിവറി ബോയാന്ന് വിചാരിച്ച ആദ്യം. പിന്നെയാണ് മനസ്സിലായത് ബാഗിൻ്റെ ഉള്ളിൽ ഹെൽമെറ്റേന്ന് വെച്ചിന്. പിന്നെ നമുക്കൊന്ന് കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. കാരണം ഡൽഹിയിലെ നഗരത്തിൻ്റെ കാഴ്ചകൾ ഒരു വേറെ തന്നെയാണ്. നമ്മൾ ഈ പുറത്തിപ്പോൾ ഞാൻ ചാന്ദൻ ഹോളിൽ കണ്ടിട്ടാണ് വരുന്നത്. ഡൽഹിയിൽ ഇപ്പോൾ ഇന്നലെ എത്തിയതാണ്. ഇന്നലെ ഒരു ദിവസം ഫുള്ള് കറങ്ങിയപ്പോഴൊന്നും ഉമ്മാരത്തെ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല.
ഫുള്ള് നേരെ ജാമിയ മസ്ജിദിൽ പോയി, അതുപോലെ ചെങ്കോട്ട പോയി, ആ ഭാഗത്തൊക്കെ ഏകദേശമൊക്കെ ഇതേമാതിരി തന്നെയാണ്. അപ്പോൾ വേറൊരു അനുഭവമാണ് ഇവിടെ നമ്മളെ രാഷ്ട്രപതി ഭവനിക്ക് പോകുന്ന സ്ഥലങ്ങളൊക്കെ അടിപൊളിയായിട്ട് സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്നു. കാരണം കുറേ നമ്മളെ അംബാസഡർമാരൊക്കെ ഉള്ള സ്ഥലം, എംബസികളൊക്കെ, മറ്റ് രാജ്യങ്ങളിലെ എംബസികളൊക്കെ ഉണ്ടായിരിക്കും ഒരു പക്ഷേ ഇത്ര മനോഹരമാക്കി വെച്ചിട്ടുള്ളത്. അതായത് 2 മുഖങ്ങളുണ്ട് ഡൽഹിക്ക്. ഇത്ര എല്ലാ ടൗണിൻ്റെ ആ പോണ വഴി ഫുള്ള് ഇതേപോലെ നല്ല മനോഹരമായിട്ട് മരങ്ങളും ചെടികളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഭംഗിയാക്കിയിട്ടാണുള്ളത്. ഗ്രീനറി കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലായിടത്തും പച്ചപ്പ്, നല്ല മരങ്ങൾ, നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞമാതിരി വലിയ വലിയ ജഡ്ജിമാരും മറ്റ് ഇന്ത്യയുടെ ഭരണകർത്താക്കളൊക്കെ താമസിക്കുന്ന സ്ഥലമായതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇത്രയും നല്ല രീതിയിൽ ആക്കിയിട്ടുള്ളത്. കാരണം പുറത്തുനിന്നുള്ള രാജ്യക്കാരൊക്കെ വരുന്ന സ്ഥലമല്ലേ, അപ്പോൾ അവർക്കൊക്കെ ഇന്ത്യയുടെ ഒരു നല്ല മുഖച്ഛായ കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ ഇത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പോണ വഴിയിൽ തന്നെ ഒരുപാട് നമ്മളെ എംബസികൾ, മറ്റ് രാജ്യങ്ങളിലെ എംബസികളും, അതുപോലെ സുപ്രീം കോടതി ജഡ്ജിമാർ, മറ്റ് ജഡ്ജിമാരുടെയൊക്കെ ഓരോ വീടുകളൊക്കെ കാണാം. അങ്ങനെ കുറേ അങ്ങനെ ദൂരെ ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ രാഷ്ട്രപതി ഭവനാണ് കാണുന്നത്. അതിൻ്റെ അടുത്ത് കൂടെയൊക്കെ ഫുള്ള് നമ്മളെ മിലിറ്ററി കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അങ്ങനെ രാഷ്ട്രപതി ഭവൻ കണ്ടപ്പോൾ ഒരു ആശ്വാസമായി. സമയം ഏകദേശം അപ്പം തന്നെ 11:20 ഇനി 10 മിനിറ്റിനുള്ളിൽ അവിടെ എത്തണം. അവിടെ നിന്ന് പിന്നെയും കുറേ ചുറ്റി കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഗേറ്റ് നമ്പറിൽ എത്താൻ പറ്റുക. ഗേറ്റ് നമ്പർ 31 കൂടെയാണ് എനിക്കുള്ള പാസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാലുള്ളൂ ഈ സമയത്തിനുള്ളിൽ എത്തണം. ഞാനങ്ങനെ കുറേ അങ്ങനെ കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയപ്പോൾ എന്നിട്ട് ഞാൻ മെല്ലെ സെക്യൂരിറ്റിക്കാരൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കയറാൻ പറ്റില്ല പറഞ്ഞു. അതിലാകെ ഡെസ്പായി. ഞാൻ പിന്നെ തിരിച്ച് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഒരു തമിഴൻ വന്നിട്ട് എങ്ങോട്ടാണ് മോനെ അറിയിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയമായി പറഞ്ഞപ്പോൾ പറഞ്ഞു അത് കുഴപ്പമില്ല, ഞങ്ങളൊക്കെ ആ സമയത്ത് കയറാൻ വന്നവർ തന്നെയാണ്, ഇപ്പോൾ അവിടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ് അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിലാണ് വളാഞ്ചേരിക്കാരായ ഒരു കുടുംബത്തെ പരിചയപ്പെടുന്നത്. പിന്നെയുള്ള യാത്ര ഫുള്ള് ഓലപ്പയായിരുന്നു. അപ്പോൾ ഇത് ദുൽഖർണൈൻ എന്ന് പറഞ്ഞൊരു ചെറുക്കനാണ്. ഓന് ഫുള്ള് ഞങ്ങൾ കയറിയപ്പോൾ അവിടെ ഒരു വണ്ടി ഉണ്ടാവും, നേരെ കയറി പോയിക്കണു, ആരും നോക്കാതെ നേരെ അതിൻ്റെ മുകളിൽ കയറി അതിൻ്റെ മുകളിൽ പോയിട്ടിരുന്നു. ഓൻ്റെ ഓരോരോ കുസൃതികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പിന്നെ പാസ് എൻട്രി കൂടെ ഞങ്ങൾക്ക് ഏകദേശം 1 മണിക്കാണ് ആ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കയറാൻ കഴിഞ്ഞത്. അതുവരെ ഞങ്ങളിങ്ങനെ ഓരോ നാട്ടുവർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ ഇരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും പാടെ അതിൻ്റെ ഉള്ളിൽ കയറി. അതിൻ്റെ ഉള്ളിലും ഒരുപാട് വിശാലമായ സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ രാഷ്ട്രപതി ഭവൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കുറേ നടന്നു കഴിഞ്ഞാലാണ് നമുക്ക് രാഷ്ട്രപതി ഭവനിക്ക് എത്താൻ പറ്റുക. അതിൻ്റെ കൂടെ കുളങ്ങൾ, മറ്റ് ഗാർഡൻ്റെ ഓരോ പൂവ്, മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു ഉള്ളിൽ കൂടെ ഒരു വഴി കൂടെ, ഏതോ ഒരു വഴി കൂടെ കയറി ചെന്നാൽ, ഒരു കോണിപ്പടി കൂടെ കയറി ചെല്ലുമ്പോഴാണ് നമുക്ക് രാഷ്ട്രപതി ഭവൻ്റെ ഉള്ളിലേക്ക് എത്താൻ പറ്റുക, രാഷ്ട്രപതി ഭവന് കാണാൻ പറ്റുക. കാരണം കുറേ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പോയ റൂട്ടിൽ ഈ ഒരു വഴി കൂടെയാണ് കയറുക. അങ്ങനെ രാഷ്ട്രപതി ഭവൻ്റെ ഉള്ളിലും കയറി അവിടെയും നല്ല അടിപൊളിയാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് സംഭവം. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒന്നുള്ളിൽ കയറി പിന്നെ നമുക്ക് സെക്യൂരിറ്റി, പിന്നെ നമ്മളെ ഫോണും കാര്യങ്ങളൊന്നും അവിടേക്ക് അലോഡല്ല, ഒക്കെ നമ്മളിൽ നിന്ന് വാങ്ങിയേക്കും. ഒരു ഡിജിറ്റലായ ഒരു സാധനം പോലും, ഒരു വാച്ച് പോലും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതൊക്കെ വല്ല നമ്മളെ എക്സാമിന് ഇരിക്കണ മാതിരിയാണ്, എല്ലാം ഓല് വാങ്ങിയേക്കും. അല്ല, പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഡൽഹിയിൽ കാണാൻ പോകുന്ന ടൂറിസ്റ്റുകളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു അനുഭവമായിരിക്കും ഈ പറഞ്ഞ രാഷ്ട്രപതി ഭവൻ എന്ന് പറഞ്ഞാൽ. ഇന്ത്യയുടെ എല്ലാ കൾച്ചറും കാര്യങ്ങളൊക്കെ അവിടെ ഓല് കാണിച്ചു തരും. അതിന് നമുക്കൊരു ഓലെ തന്നെ ഒരു ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഗൈഡും കാര്യങ്ങളൊക്കെ ഓല് തരും. അപ്പോൾ ഗൈഡ് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. അതുപോലെ രാഷ്ട്രപതി മറ്റ് രാജ്യക്കാരുമായിട്ട് സംസാരിക്കുന്ന സ്ഥലം, അതുപോലെ അവാർഡുകൾ കൊടുക്കുന്ന സ്ഥലം, അവർ അതിഥികളെ സൽക്കരിക്കുന്ന സ്ഥലം, രാഷ്ട്രപതിയുടെ റൂം കാര്യങ്ങൾ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. അതിൻ്റെ മുമ്പ് കൂടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഓരോ പഴയ മോഡലുള്ള ഓരോ പട്ടാളക്കാരൊക്കെ നിൽക്കണൊക്കെ കണ്ടു. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം ഒരു 2-3 മണിക്കൂർ ഞങ്ങൾ അവിടെ നല്ല രീതിയിൽ കണ്ടു. ഏകദേശം 4 മണിക്കൊക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. 4:30 മണിയൊക്കെ ആയിക്കണം. പിന്നെ അവിടെ നിന്ന് നേരെ ഒരു ഊബർ വിളിച്ച് ഞാനും അവരും, എനിക്ക് പിന്നെ രാഷ്ട്രപതി ഭവനായിട്ട് എനിക്ക് ഇനി എങ്ങോട്ടും പോകാം. കാരണം ഇന്നലെ ആകെ ഒരു ജമാ മസ്ജിദും മറ്റേ ഇതും മാത്രമേ പോയിട്ട്,
ഫോർട്ട് മാത്രം പോയിട്ട് ബാക്കിയൊക്കെ എനിക്ക് കാണാൻ പുതിയ തന്നെയാണ്. പിന്നെ അവരും പറഞ്ഞു എന്നാൽ അവർ ഇന്ത്യ ഗേറ്റിലേക്ക് പോവുകയാണെന്നാൽ നമുക്കൊപ്പം പോകാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ദുൽഖറിനൈൻ്റെ ഒക്കെ കൂടെ ഞങ്ങൾ ഒപ്പം ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടി പോയി. അങ്ങനെ ഏകദേശം ഒരു 4-5 മണിയായ സമയത്ത് ഇന്ത്യ ഗേറ്റിലെത്തിയിട്ടോ. ഇന്ത്യ ഗേറ്റിലെത്തി നമ്മൾ കാർ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളെ അടുത്ത് ഫോട്ടോഗ്രാഫർ വന്നത്. അവനാണ് ആ ഫോട്ടോഗ്രാഫർ. ഓനെ ആദ്യം പറഞ്ഞാൽ 40 ഉറുപ്പ്യക്ക് ഒരു ഫോട്ടോ എടുത്ത് തരും, അത് ഡോക്യുമെൻ്റായിട്ട് നമുക്ക് വാട്സപ്പിൽ അയച്ചു തരും ചെയ്യും. അതാണ് മൂപ്പര് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ എൻ്റെ കൂടെയുള്ള ഫാമിലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മകള് ഭർത്താവും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ. അപ്പോൾ ആ ഡൽഹി കാണാൻ വേണ്ടി ബാക്കിയുള്ള അടുത്ത മകളും അതിൻ്റെ ഉപ്പാനെയും ഡൽഹി കാണാൻ വേണ്ടി കൂടുന്നതായിരുന്നു. അപ്പോൾ ഓരോ സ്ഥലങ്ങളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുപ്പത്തിര് നല്ല രീതിയിൽ എല്ലാം ഓലെ ബാർഗൻ ചെയ്തിട്ട് 20 ഉറുപ്പ്യക്ക് എടുത്തു തരാറുണ്ട്. ഓരോ ഫോട്ടോ ഡോക്യുമെൻ്റായിട്ട് നമുക്ക് വാട്സപ്പിൽ അയച്ചു തരും. അത്രേ ഉള്ളൂ. ഒരു പണിയില്ല. ഒരു 5 മിനിറ്റ് പരിപാടിക്ക് മൂപ്പർക്ക് 500-600 ഉറുപ്പ്യ ഉണ്ടാക്കും, ഒരു ചിലവില്ലാതെ. വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണ്. അങ്ങനെ ഫോട്ടോഗ്രാഫേഴ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നല്ല ലാഭം കിട്ടും. അവിടുന്ന് മൂപ്പര് 4-5 പോസൊക്കെ കാണിച്ചു തരാം. 4-5 പോസിന് ഒരാൾക്ക് തന്നെ 4-5 പോസിലൊക്കെ ഫോട്ടോ എടുത്തിട്ട് 4-5 ഫോട്ടോ ഉണ്ടാവും. അപ്പോൾ ഒരാൾക്ക് തന്നെ 100 ഉറുപ്പ്യ മൂപ്പർക്ക് വാങ്ങാം. അങ്ങനെ ഒരു 5 ആളുണ്ടെങ്കിൽ 500 ഉറുപ്പ്യ സിമ്പിളായിട്ട് കിട്ടും. ഒരു 5 മിനിറ്റ് പരിപാടിയുള്ളൂ. അപ്പോൾ അങ്ങനെ മൂപ്പര് അങ്ങനെ ഫോട്ടോ ഒക്കെ കുറേ എടുത്തു. എന്നിട്ട് മൂപ്പർക്ക് അങ്ങനെ പൈസ കൊടുത്ത് മെല്ലെ ഞങ്ങൾ അതിൻ്റെ അണ്ടർ പാസ് കൂടെ അപ്പുറത്ത് കിടക്കണം. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഫോട്ടോ എടുത്ത സ്ഥലത്ത് നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോയാലാണ് ഇന്ത്യ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുക. അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ബാഗും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അത് വലിയൊരു ഇടങ്ങേറ് തന്നെയാണ്. കാരണം ബാഗ് നമ്മൾ ചെറിയൊരു ബാഗാണ്, നമ്മൾ അതിൻ്റെ ഫുള്ള് ചെക്ക് ചെയ്യുമൊന്നുമില്ല. ബാഗിലൊരു സാധനം ഇല്ലെങ്കിലും ഓൾ ബാഗ് അങ്ങോട്ട് കടത്തൂല. അത് എന്നിട്ട് അവിടെ ഡൽഹിയിലുള്ള ആ താത്തയാണ് അവിടെ തന്നെ നിന്നു. ഞങ്ങളെ ഓല് എപ്പോഴും കാണുന്നതല്ലേ, ഞങ്ങൾ പോയി കണ്ടോളിന്ന് പറഞ്ഞിട്ട്. എൻ്റെ അടുത്തൊന്നും ഉണ്ടായില്ല കേട്ടോ. ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഇനിയിപ്പോൾ ഒന്നും താങ്ങണ്ട വെച്ചിട്ട് റൂമിലൊക്കെ വെച്ചിട്ട് വെറൊരു കേസിലൊരു പേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ മാത്രം എടുത്തിട്ടാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് വിഷയം ഉണ്ടായില്ല. പക്ഷെ മറ്റേ ഒരു ബാഗ് എടുത്തിരുന്നു, അതിൽ കുറച്ച് കുപ്പിവെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടായി. അപ്പോൾ ആ താത്ത ഇത് കാണാൻ വന്നില്ല. ഡൽഹി ഗേറ്റ്, ഇന്ത്യ ഗേറ്റിൻ്റെ ഇത് വിഷ്വൽസ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. അവിടുത്തെ കാഴ്ചകൾ ഡൽഹിയിൽ സംബന്ധിച്ച് ഒരുപാട് കാണാനുണ്ട് കേട്ടോ. ഇത് പ്രത്യേകത തന്നെയാണ്. കാരണം ഓരോ സ്ഥലത്തും ഓരോ അടുത്തടുത്ത സ്ഥലങ്ങളിലൊക്കെ നല്ല ഫുള്ള് ഗാർഡനിങ് ചെയ്ത് ഉഷാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഓരോ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ട് ഒരുപാട് നടക്കാനുണ്ട് ഓരോ സ്ഥലത്തൊക്കെ കാണാൻ. അങ്ങനെ ഡൽഹിയിലത്തെ ഓരോ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടിട്ട് മറ്റവർക്കാണെങ്കിൽ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. കാരണം രാഷ്ട്രപതി ഭവനിക്ക് ഞങ്ങൾ വൈകിയല്ലോ. ഞങ്ങൾ സാധാരണ ഒരു 2 മണിയാകുമ്പോഴത്തേന് ഇറങ്ങാം എന്നുള്ള രൂപത്തിലാണ് അവിടേക്കൊന്നും കഴിക്കാതെ പോയത്. നോക്കുമ്പോൾ അവിടുത്തെ ടൈമിങ്ങൊക്കെ മാറിയോണ്ട് അതൊരു പ്രശ്നമായിരുന്നു. പിന്നെ അതിൻ്റെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് അവിടെ കുറേ ചെറിയ സ്ഥലങ്ങളുണ്ട്, മാർക്കറ്റ് പോലത്തെ. അവിടെ നിന്ന് 2 ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഓല് വാങ്ങി തന്നപ്പോൾ അത് ഐസ്ക്രീം അങ്ങനെ കഴിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് അവർ പറഞ്ഞു ഇനി അവർ റൂമിൽ പോവാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് തന്നെ കുറച്ചും കൂടി സമയമുണ്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ വ്യാഴാഴ്ചയാണ്. അപ്പോൾ നിസാമുദ്ദീൻ ദർഗയ്ക്ക് പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് സലാം പറഞ്ഞിട്ട് ഞാൻ മെല്ലെ ഇങ്ങനെ അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ നടക്കാറുണ്ട്. ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഇങ്ങനെ നടന്നു കേട്ടോ. ഇതിങ്ങനെ ഓരോ സ്ഥലം കഴിയുമ്പോഴും ഓരോ റോഡ് അടിയിൽ കൂടെ പോകും. പക്ഷേ പിന്നെയും ഇതേമായിട്ട് ഗാർഡനിങ്ങും ഒരു നദി പോലത്തെ ഒരു സംഭവം ഒക്കെ ആയിട്ടാണ് ഉള്ളത്. അപ്പം ഇങ്ങനെ ഫുട്പാത്തിൽ കൂടെ ഇങ്ങനെ നടന്നു. കുറേ നടന്നിട്ടും ഇത് കഴിയണില്ല എന്ന് കണ്ടപ്പോൾ മെല്ലെ ഞാൻ എന്ത് ചെയ്തു, റാപ്പിഡോയിൽ ബൈക്ക് ബുക്ക് ചെയ്തു നിസാമുദ്ദീൻ ദർഗയ്ക്ക് ഒരു 50 ഉറുപ്പ്യക്കുള്ളായിട്ട്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഏതായാലും അങ്ങനെ ബൈക്കിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നിട്ട് ഒരു റാപ്പിഡോയിൽ സാധനം ബുക്ക് ചെയ്ത് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ആള് വന്നു കേട്ടോ. അങ്ങനെ മൂപ്പരുടെ കൂടെ നിസാമുദ്ദീൻ ദർഗയ്ക്ക് അങ്ങനെ പോയി. കുറച്ച് നേരമൊക്കെ അങ്ങനെ കുറച്ച് ദൂരത്തുള്ളൂ, 2-3 കിലോമീറ്റർ ഉള്ളൂ. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ അവിടെ എത്തി നിസാമുദ്ദീൻ ദർഗ. അങ്ങനെ നിസാമുദ്ദീൻ ദർഗത്തെ കാഴ്ചകളൊക്കെ കാണാം. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച ആദ്യം പോയിട്ട് ഫുഡൊന്ന് കഴിക്കണം. കാരണം ഇന്ന് രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ലൊരു ഹോട്ടൽ ഇങ്ങനെ തപ്പി. നല്ലൊരു സ്ട്രീറ്റൊക്കെ തന്നെയാണ്, കുറച്ച് വൃത്തിയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും നല്ലൊരു ഹോട്ടൽ കാണുമ്പോൾ അതിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നടന്നു.
കുറേ അങ്ങോട്ട് നടന്നപ്പോൾ ഒരു മൊറാദാബാദ് ബിരിയാണി കട കണ്ടപ്പോൾ മൂപ്പരെന്നെ ഇങ്ങനെ വിളിച്ചു ഫുഡ് വേണോ വിളിച്ചപ്പോൾ ഏതായാലും നല്ല പൈപ്പുണ്ട്. അപ്പം എല്ലാം അവിടെ കയറി. നല്ല കുഴപ്പമില്ലാത്ത നല്ല ഫുഡ് കേട്ടോ. നല്ല ബീഫ് ബിരിയാണിയാണ് കഴിച്ചത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവിടുത്തെ നല്ല പൈച്ചിട്ടാണോ അതോ വേറെന്താണെന്നറിയില്ല. നല്ല ഒരു അടിപൊളി ബിരിയാണി ആയിരുന്നു, മൊറാദാബാദ് ബിരിയാണി കേട്ടോ. കാരണം വലിയ എരിവൊന്നുമില്ല, ഒരു പാകത്തിന് ടേസ്റ്റിന് നല്ലൊരു ബിരിയാണി ആയിട്ട്. പിന്നെ അവിടുന്ന് ഇങ്ങനെ അവിടുന്ന് കുറച്ചാണ് നടന്നപ്പോഴാണ് പിന്നെയാണ് എനിക്ക് ആകെ എല്ലാ ആൾക്കാരും ഇങ്ങനെ വിളിക്കുക, എല്ലാവരും ചൂടാകൊക്കെ. ഓരോ അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പോകുമ്പോഴും ചെരുപ്പ് ഞാൻ കൈ പിടിച്ചിട്ടാണ്. അപ്പോൾ ചെരുപ്പ് ഇങ്ങനെ ഇവിടെ വെക്കുക അവിടെ വെക്കുക ഇങ്ങോട്ട് വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും ചൂടാകുക. അങ്ങനെയൊക്കെ ഒരു ഇത് വരുന്നവരുടെ അടുത്തൊക്കെ അങ്ങനെ കാണിക്കണം. അവിടുത്തുള്ള ആൾക്കാരൊക്കെ ചെരുപ്പ് ഇവിടെ വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ട്. അങ്ങനെ ചെരുപ്പ് ഊരി ഇങ്ങനെ കുറേ നേരം നടന്നു. അപ്പോൾ പോണ കടക്കാരൊക്കെ അങ്ങനെ വിളിക്കുന്നുണ്ട്. അവിടുത്തെ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെരുപ്പ് അവിടെ ഊരി വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ച് പൂവൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ പോലെ ചെരുപ്പ് അവിടെ സൂക്ഷിച്ച് വെക്കും. അല്ലെങ്കിൽ ആ ചെരുപ്പും കൊണ്ട് വേറെ ആരെങ്കിലുമൊക്കെ പോകും. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ എനിക്ക് പൂവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ചെരുപ്പും കൊണ്ട് അങ്ങനെ പോയിട്ടോ. പക്ഷേ എനിക്കുണ്ടായത് മറ്റെവിടുന്നും ഇല്ലാത്ത അനുഭവമാണ്. കാരണം ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ലാതെ ഇരുന്നിട്ട് ഞാൻ പള്ളിയല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ പള്ളി എന്ന് പറഞ്ഞാൽ കുറച്ച് അവിടെ നിന്ന് ആരും കട്ടെടുക്കൂല. പള്ളിയെ സംബന്ധിച്ച് അതിനൊരു ബഹുമാനം കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവിടുന്ന് ആരും ഇങ്ങനത്തെ പ്രവർത്തനം ചെയ്യൂല എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്തേന്ന് ഞാൻ അങ്ങനെ നിസാമുദ്ദീൻ ദർഗയിൽ പോയിട്ട് അവിടുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിങ്ങനെ പുറത്തിറങ്ങി. കവാലുണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ
കവാലിയൊക്കെ കണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ പിന്നിന്ന് വന്നിട്ട് രണ്ടാൾക്കാർ നിന്നെ തോണ്ടി നോക്കുമ്പോൾ അതാരാ ആഗ്രയിൽ നിന്ന് ഞങ്ങൾ പരിചയപ്പെട്ട് ഡൽഹി വരെ എൻ്റെ കൂടെ ഒപ്പം ഉണ്ടായിരുന്ന ഡൽഹിക്കാരായിരുന്നു അത് കേട്ടോ. അപ്പോൾ അവർ എൻ്റെ ആണെങ്കിൽ ചെരുപ്പൊക്കെ പോയിട്ട് ഞാനാകെ ഡസ്പായിരിക്കുന്നു. അപ്പോൾ അവരൊരു ഷോപ്പിൽ പോയിട്ട് ഞാൻ ചെരുപ്പൊക്കെ വാങ്ങാൻ സഹായിച്ചതിൻ്റെ ഒപ്പം വന്നു. പിന്നെ അവിടെ നിന്ന് ഒരു ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചു. പിന്നെ അവരോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാരണം ഞങ്ങൾ 2-3 ദിവസം മുമ്പാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. പിന്നെ ഞങ്ങൾ അങ്ങനെ കോൺടാക്റ്റ് ഒന്നും അങ്ങനെ ചെയ്തില്ല. അതിൻ്റെ ഇടയിൽ യാദൃശ്ചികമായിട്ട് കണ്ടതാണ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടിരുന്ന് ഒരു ഷോപ്പിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. എനിക്കാണെങ്കിൽ ആ ഷൂ പോയി നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അവർ എന്നെ നേരെ എന്നെ മെട്രോ സ്റ്റേഷനിലേക്ക് ആക്കി തന്നു. മെട്രോ സ്റ്റേഷനിൽ മൂപ്പരാക്കി തന്നു. അങ്ങനെ മൂപ്പര് ഞങ്ങളെല്ലാവരും പാടെ എന്നെ ആക്കി തന്നുകൊണ്ട് അവരങ്ങനെ യാത്ര പറഞ്ഞ് പോയി. ഞാൻ മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് മെട്രോ കയറി. എനിക്ക് പോകേണ്ടത് കുത്തുബ് മിനാർ മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. അവിടുന്ന് എനിക്ക് ഓട്ടോ കിട്ടി. ഓട്ടോ പിടിച്ച് റൂമിലേക്ക് പോകാനാണ് പ്ലാന്. അങ്ങനെ എൻ്റെ ഷൂ പോയ വിഷമത്തിൽ അങ്ങനെ ഞാൻ മെട്രോ സ്റ്റേഷനിൽ പോയി ഓട്ടോ പിടിച്ച് നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മൾ ഏത് നല്ല സ്ഥലം നോക്കിയിട്ട് കാര്യമില്ല. നമ്മളെ സാധനങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ എവിടെ നിന്നാണെങ്കിലും പോകും. പള്ളിയിൽ നിന്നാണ് എൻ്റെ ഷൂ പോയത്. ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ സൂക്ഷിച്ചു. പള്ളിയിൽ കുഴപ്പമുണ്ടാവില്ല വിചാരിച്ചു. പക്ഷെ അവിടുന്ന് ആൾക്കാർ അടിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഏകദേശം ഒരു 10 മണിയാകുമ്പോഴൊക്കെ റൂമിലേക്ക് എത്തി. അവിടെയും ഫുഡൊക്കെ അവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഇനി നാളത്തെ യാത്ര പ്ലാൻ ചെയ്യാതെ അങ്ങനെ കടന്നു. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്.